എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം സ്വാമിജി. നമസ്കാരം, പ്രണാമം. എല്ലാവർക്കും കോടി 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 പ്രണാമം. സ്വാമിജി, അതേപോലെ മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരോട് അനുബന്ധപ്പെട്ട് നിൽക്കുന്നവരും അനുഭവിക്കേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് വലിയ 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 ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ എന്നോട് ഞാൻ ഈ ചോദ്യം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ മംഗലാപുരത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ക്രാഷായി. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം പലരും ചോദിച്ചു, ഒരു പൈലറ്റിൻ്റെ മിസ്റ്റേക്കിന് എത്രയോ ഇന്നസെൻ്റ് ആയിട്ടുള്ള യാത്രക്കാരല്ല യാത്ര ചെയ്യുന്നില്ല, അവരെന്തിനാണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റിന് അവരും ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ചിന്തനീയമാണ്. നമുക്ക് പുരാണങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ചോദ്യങ്ങൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് രാമായണം തന്നെ എടുക്കുകയാണ്. രാമായണത്തിൽ ഒരാൾ ചെയ്ത തെറ്റിന് പലരും ശിക്ഷ അനുഭവിക്കുന്നു. ദശരഥ മഹാരാജാവ് 2 വരം കൊടുക്കുന്നു കൈകേയിക്ക്. ആ വരം കൊടുത്തതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നത് രാമനാണ്. വാസ്തവത്തിൽ രാമൻ അതിൽ പങ്കാളിയല്ല. പിന്നീട് കൈകേയി 2 വരം ചോദിച്ചു രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ കുടുംബം തന്നെ താളം തെറ്റിച്ചു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ബാലി ഒരു തെറ്റ് ചെയ്യുന്നു. ആ ബാലി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് ഹനുമാൻ സ്വാമിയെപ്പോലുള്ളവരൊക്കെയാണ്. അവരൊന്നും അതിൽ തെറ്റ് ചെയ്തിട്ടില്ല അവരുടെ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലങ്കയിലേക്ക് നോക്കുന്ന സമയത്ത് രാവണൻ ചെയ്ത തെറ്റിന് അവരെല്ലാവരും ശിക്ഷ അനുഭവിക്കുന്നു. ആ രാജ്യം തന്നെ തകർക്കേണ്ടി വന്നു, തകർന്നു പോകുന്ന ചരിത്രമാണ് കാണുന്നത്. ഇതുപോലെ മഹാഭാരതത്തിൽ നോക്കുമ്പോൾ കൗരവന്മാർ ചെയ്ത തെറ്റിന്, കൗരവന്മാരിൽ പ്രധാനി ദുര്യോധനൻ ചെയ്ത തെറ്റിന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മനസ്സ് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, അതിനോട് ചേരുന്ന സമയത്ത് ആ വ്യക്തിയുടെ മിസ്റ്റേക്കുകൾ, ആ വ്യക്തി ചെയ്യുന്ന തെറ്റുകളുടെ ഒരു പങ്ക് നമ്മളിലേക്കും വരുന്നതായിട്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മളിലെ അസോസിയേഷനാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൗണ്ടർ ചോദ്യം എന്നോട് ചോദിക്കാം. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഫ്ലൈറ്റിലേക്ക് അയാൾ കയറുന്നു, യെസ്, ഒരു അസോസിയേഷൻ ഉണ്ട്. പക്ഷേ അയാൾക്ക് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിനയാൾ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമല്ലോ. പക്ഷേ ഇവിടെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ കർമ്മത്തിൻ്റെ സൂക്ഷ്മത നിഗൂഢമാണ്, നമുക്ക് മനസ്സിലാവില്ലത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണാത്തൊരു എന്താ പറയുക, നമുക്ക് എഴുതി കാണിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അയാളുടെ പിന്നിൽ എപ്പോഴും ഒരു നിഴൽ പോലെ സഞ്ചരിക്കുന്ന ഒരു കർമ്മഫലത്തിൻ്റെ, നേരെ പറയുക കർമാനുഭവത്തിൻ്റെ ഒരു ചക്രമുണ്ട്. അതിനെയാണ് നമ്മൾ ഡെസ്റ്റിനി എന്ന് പറയാം. ഈ ഡെസ്റ്റിനി അയാളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അയാൾ അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളെ അനുഭവിക്കാൻ അതിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ തീ കാണുന്ന സമയത്ത് പാറ്റ തീയോട് ആകർഷിക്കുന്നത് പോലെ നോക്കൂ, അത് വലിയ ഡേഞ്ചറസ് ആണ് എന്ന് പാറ്റ അറിയുന്നില്ല. തൻ്റെ ജീവിതം കത്തിക്കരിയാൻ പോകുമെന്ന് പാറ്റ അറിയുന്നില്ല. പക്ഷേ പാറ്റയെ അങ്ങനെ പ്രേരിപ്പിക്കുകയാണ്, നീ പോ, എന്തൊരു ഭംഗിയാണ്, എന്തൊരു സൗന്ദര്യമാണ്, നീ ഇങ്ങോട്ട് പോ, അതൊന്ന് കാണൂ എന്ന് പറഞ്ഞ് പാറ്റ തീയോടടുക്കുമ്പോൾ അതിൻ്റെ ചൂടിൽപ്പെട്ട് കരിഞ്ഞു പോകുന്ന അതിൻ്റെ ചിറകുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ശരീരം, ആ സമയത്താണ് അത് തിരിച്ചറിയുന്നത് താൻ എത്തിപ്പെട്ടത് വലിയൊരു ദുരന്തത്തിലേക്കാണെന്നുള്ളത്. ഇതുപോലെ കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് കർമ്മഫലാനുഭവം നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിക്കും. നമ്മളതിനെ പ്രാരബ്ധ കർമ്മം എന്ന് പറയും, വിധി എന്ന് പറയും. അങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ അതിനോട് അസോസിയേറ്റഡ് ആകുമ്പം തീർച്ചയായിട്ടും ആ ദുരന്തത്തിൻ്റെ ഫലം നമ്മളെയും ബാധിക്കുന്നു. ഇവിടെയാണ് നമ്മളിൽ ആധ്യാത്മിക ശക്തി ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊരു നാമജപത്തിൻ്റെ ധ്യാനത്തിൻ്റെ സംസ്കാരം ഉണ്ടെങ്കിൽ, ഈ കർമ്മഫലാനുഭവത്തിൻ്റെ ഒരു ഉൾപ്രേരണ നിങ്ങളിൽ വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഒരു ദൈവീക ശക്തി പറയും, മാറി നിൽക്കൂ, മാറി നിൽക്കൂ. ചിലത് വരുന്നുണ്ട്. അത് നമുക്ക് തന്നെ ചില സമയത്ത് പ്രകൃതിയിൽ തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഭൂകമ്പങ്ങൾ, സുനാമിയൊക്കെ വരുമ്പം മൃഗങ്ങളിൽ അത്തരത്തിലുള്ള മുൻ സൂചനകളുണ്ട് എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്, അല്ലേ? പട്ടികൾ ഓരിയിടുക, അതുപോലെ തന്നെ പാമ്പുകൾക്ക് ഒരു പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കാൻ സാധിക്കുക, കുതിരകൾ അസ്വസ്ഥരാവുക, പക്ഷികൾ പറക്കുക. ഇതൊക്കെ പ്രകൃതി തന്നെ ചില ദുരന്തങ്ങൾ വരാൻ പോകുന്നതിനെ മനുഷ്യന് മുൻകൂട്ടി മനുഷ്യനല്ല, എല്ലാ ജീവജാലങ്ങൾക്കും മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ഈ എക്ലിപ്സ് വരുന്ന സമയത്ത്, സൂര്യഗ്രഹണമൊക്കെ വരുന്ന സമയത്ത് പക്ഷികളൊക്കെ നേരത്തെ തന്നെ അങ്ങോട്ട് കൂട്ടിപ്പോകും. അത്രേ സമയമാവുന്നതിന് മുമ്പ് അവർ കൂട്ടിപ്പോകുന്നത്. കാരണം അവർക്കറിയാം പ്രകൃതിയിൽ എന്തോ മാറ്റം വരുന്നുണ്ട്. ഇതുപോലെ മനുഷ്യ മനസ്സിലും ഒരു ഭാഗത്ത് നമ്മളെ
ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു മെസ്സേജ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ആധ്യാത്മികമായ ധ്യാനത്തിൻ്റെയും ജപത്തിൻ്റെയും സംസ്കാരം ഇല്ലാതെ പോകുന്നത് കൊണ്ട് ആ ഉൾവിളികൾ കേൾക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ തീ കാണുന്ന സമയത്ത് പാറ്റ പറക്കുന്നത് പോലെ, അതിലേക്ക് അടുക്കുന്നത് പോലെ ഒരു ദുരന്തത്തിലേക്ക് അവരുടെ കർമ്മഫല അനുഭവം അവരെ പ്രേരിപ്പിക്കുന്ന സമയത്ത് അവരതിലേക്ക് വീണു പോകുന്നു. അപ്പം അസോസിയേഷൻ കൊണ്ടാണ് കിട്ടുന്നതെങ്കിലും ഈ അസോസിയേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഉൾവിളി, നമ്മളതിനെ പറയാറ് ഇൻറ്റ്യൂഷൻ എന്നാണ്. ഇൻറ്റ്യൂറ്റീവ് നോളജ് എന്നൊക്കെ പറയും. ഒരു ആറാമത്തെ 6th സെൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് മനുഷ്യരിൽ ഉണ്ട്. തീർച്ചയായിട്ടും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളിലുണ്ടെങ്കിൽ മനുഷ്യരിലും അതുണ്ട്. നമുക്ക് തന്നെ ചില നിരീക്ഷണങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. നിമിത്ത ശാസ്ത്രം എന്ന് പറയും. നമുക്ക് നല്ലത് സംഭവിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ആണുങ്ങൾക്കാണെങ്കിൽ വലത് കണ്ണ് കടിക്കുക, ഇടത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ തന്നെ ചില പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കാക്ക കരയണമെന്നൊക്കെ. ചില നിമിത്തങ്ങൾ, ഈ നിമിത്തങ്ങളെ കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു അനുഭവത്തെ ഊഹിക്കാൻ നമുക്ക് സാധിക്കും. ആണോ അല്ലയോ? അതേപോലെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ അന്നത്തെ ആ ചുറ്റുപാട് കാണുമ്പം ഇത് നടക്കാൻ പോയത് തന്നെ, ആ ചൂലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ കാര്യം പോക്ക് തന്നെ. അതായത് നമുക്ക് ആ നിമിത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇന്ന് നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്സർവേഷൻ കഴിവ് നഷ്ടപ്പെട്ടു. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കുള്ളൊരു നല്ലൊരു അനുഭവം, നമ്മുടെ ഇന്ത്യയിലൊരു സുനാമി ഹിറ്റ് ചെയ്തല്ലോ 2006. അതിനുശേഷം ഞാൻ ആൻഡമാൻ നിക്കോബാറിൽ പോകണ്ടായി. ഒരു ആദിവാസി വിഭാഗമുണ്ട്, അവർ ജാർവാസ് എന്നാണ് പറയുക. ഈ ജാർവാസിന് അന്നത്തെ സുനാമി, വലിയ സുനാമി ആയിരുന്നുള്ളത്. ആ സുനാമി സമയത്ത് 2 ദിവസം മുമ്പ് തന്നെ അവർക്ക് ആ കടലിൻ്റെ ആ ക്ഷോഭത്തിൽ വ്യത്യസ്തത മനസ്സിലാക്കാൻ പറ്റി. അവരെന്ത് ചോദിച്ചാൽ ഈ സുനാമി വരുന്നതിന് മുമ്പ് തന്നെ അവർ പർവ്വതങ്ങളുടെ ഉയരങ്ങളിലേക്ക് പോയി. നേരെ മറിച്ച് നമ്മുടെ കോളേജുകളിൽ നിന്ന് വലിയ വിദ്യാഭ്യാസം കിട്ടി എഞ്ചിനീയർമാരായിട്ടുള്ള എയർഫോഴ്സിൽ ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ സുനാമി സമയത്ത് കടൽ തീരത്തിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു. ആ വെള്ളത്തിൻ്റെ തിരമാലകൾ കാണുമ്പം അവർ വിചാരിച്ചത് എന്താ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കാൻ കടൽ പോലും സന്തോഷിക്കണമെന്ന് പറഞ്ഞ് കടൽ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അവരറിഞ്ഞില്ല അത് അവരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഘോഷമായിരുന്നു എന്നുള്ളത്. അപ്പം നോക്കൂ, പ്രകൃതിയിലേക്ക് നോക്കി പ്രകൃതിയുമായി വളരെ ചേർന്ന് ജീവിച്ച ആ ആദിവാസികൾക്ക് മനസ്സിലാവുന്നുണ്ട് പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങൾ. ഇതേപോലെ നമ്മുടെ ചുറ്റും കർമ്മഫലാനുഭവത്തിൻ്റെ ഒരു ഉൾപ്രേരണ അത് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ആ ഉൾപ്രേരണയോടൊപ്പം തന്നെ നിങ്ങളിലുള്ള ഒരു ഉൾവിളി, നിങ്ങളിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു മെസ്സേജ്, അതിനെ പറയാം ഈശ്വരൻ്റെ സന്ദേശം, അത് നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്, എന്തുകൊണ്ട് അവരനുഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് പറയാനുള്ളത്, എന്തുകൊണ്ട് അവരുടെ 6th സെൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്തുകൂടാ? എങ്കിൽ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ലേ? അതൊരു പരിഹാരമാവില്ലേ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സ്വാമിജി, നമ്മൾ ഈ ജന്മങ്ങളിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മങ്ങളിൽ തന്നെ തീരുമോ, അതോ അടുത്ത ജന്മം വരുമ്പം അതിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും നമ്മളുടെ കൂടെ? പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണത്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഒരു തെറ്റിന് ഈ ജന്മം എന്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കണം? കാരണം പലപ്പോഴും നമ്മുടെ ഒരു കോമൺ യൂസേജ് ഉണ്ട്, ഇതെല്ലാം നീ മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്, അതുകൊണ്ടാണ് നീ അനുഭവിക്കുന്നത്, പൊതുവെ പറയുന്നൊരു ഭാഷയാണിത്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മളിൽ സംശയം ഒഴിവാക്കാറുണ്ട്, ഇതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്ന്, നമ്മൾ പൂർവ്വജന്മം ഇപ്പോഴത്തെ ജന്മം എന്ന് പറയുമ്പോൾ ഈ ജന്മം എന്ന വാക്കിന് തന്നെ എന്താണ് അർത്ഥം? പലപ്പോഴും നമ്മളിതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഈ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ പ്രയോഗങ്ങൾ പ്രയോഗിക്കുക. അപ്പോൾ ഇവിടെയാണ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, ജന്മം എന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു മനസ്സ് പുതിയൊരു ശരീരവുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, ചേരുന്നു എന്നുള്ളതാണ്. അതായത് ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാവുകയില്ല, ഉള്ളത് കൂടിച്ചേരുകയാണ്. മനസ്സും ശരീരവും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നു. ഒരു ശരീരത്തെ വിട്ടാലും അത് മറ്റൊരു ശരീരവുമായി അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയ ശരീരവുമായി അസോസിയേറ്റ് ചെയ്യുന്നതിനെ പുതിയ ജന്മം, നമ്മൾ ഈ ജന്മം എന്ന് പറയുന്നു. പഴയ ശരീരവുമായി അസോസിയേറ്റ് ചെയ്യുന്നതിനെ മരണം എന്ന് വിളിക്കുന്നു. അപ്പം മനസ്സ് ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഞാൻ നേരത്തെ പറഞ്ഞു, കർമ്മ നിയമം, കാലനിയമം, കർമ്മഫല നിയമം. അപ്പോൾ ഈ
കർമ്മത്തിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പം ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ ഏറ്റെടുക്കുന്നത് കാലമാണ്. കാലത്തിന് ഒരു നിശ്ചിത ഒരു നിയമമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യനെ നമ്മുടെ ഭൂമി ചുറ്റുന്നു, അതിനൊരു നിശ്ചയ സമയമുണ്ട്. ഇത്ര ദിവസം കൊണ്ടാണ് അതിൻ്റെ പൂർണ്ണ ഒരു 365 ദിവസം എന്നുള്ളത്. അതെന്താ 365 ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തിൻ്റെ നിയമം അതാണ്. 365 ദിവസം കൊണ്ടേ അത് ഒരു റൗണ്ട് അടിച്ച് വരുള്ളൂ. ഇതുപോലെ നമ്മളൊരു തേങ്ങ കുഴിച്ചിട്ടു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിൻ്റെ തൈ കുഴിച്ചിട്ടു, അതൊരു തെങ്ങായി അതിൽ കായ്ഫലം വരാൻ അതിനൊരു ഒരു കാല നിയമമുണ്ട്. നമ്മൾ ഇന്ന് കുഴിച്ചിട്ട് നാളെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയുക, ഹോർമോൺ കുത്തിവെക്കേണ്ടി വരും. ഒരു പക്ഷേ ഇന്നത്തെ ചിക്കൻ കോഴികളൊക്കെ അങ്ങനെയാണല്ലോ, എന്താ പറയുക, ബോയിലർ കോഴികളൊക്കെ നാളത്തേക്ക് അത് വലുതാവണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ആ തരത്തിലല്ല, സാധാരണ രീതിയിൽ കാലത്തിൻ്റെ ഒരു നിയമം, അതിനൊരു പൂർണ്ണത കൊടുക്കാൻ ഒരു സമയക്രമമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ മനോഭാവത്തിനനുസരിച്ച് ചെയ്യുന്ന കർമ്മം, അത് ഏറ്റെടുക്കുന്ന കാലം, അത് തിരിച്ചെത്തുമ്പോഴേക്കും ഈ വ്യക്തിയുടെ മനസ്സ് പഴയ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ശരീരത്തിനല്ലല്ലോ കൊടുക്കുന്നത്, മനസ്സിനാണല്ലോ കൊടുക്കുന്നത്, പുതിയ ഒരു ശരീരവുമായി അസോസിയേറ്റ് ചെയ്യുമ്പോഴാവും എന്ത് വരുന്നത്, ആ കർമ്മത്തിൻ്റെ ഫലം വരുന്നത്. അത് ചില സമയത്തുണ്ടല്ലോ, നിങ്ങൾ കത്തെഴുതിയിട്ട് കുറേ കാലത്തിന് ശേഷം മറുപടി വരുന്നത് പോലെ ചില സമയത്ത് നമുക്കൊക്കെ അനുഭവങ്ങളുണ്ടാവും. അതുപോലെ ചില ഈ LICയിലൊക്കെ ചിലർ 10 കൊല്ലം 20 കൊല്ലത്തേക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 20 കൊല്ലം കഴിഞ്ഞിട്ടേ ഫലം വരുള്ളൂ. ഇപ്പം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തുള്ള അയാളുടെ ശാരീരിക അവസ്ഥയല്ല അത് കിട്ടുന്ന സമയത്തുള്ള ശാരീരിക അവസ്ഥ, അല്ലേ? കാലം അത് പൂർണ്ണമാക്കുമ്പോഴേക്കും സമയം കുറേ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് കർമ്മഫലങ്ങൾ ഒരിക്കലും ശരീരത്തിനല്ല, കർമ്മഫലങ്ങളൊക്കെ മനസ്സിനാണ്. എന്നാൽ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെയാണ് ആത്മീയത. നമ്മുടെ മനസ്സ് വളരെ പോസിറ്റീവാണെങ്കിൽ ശരീരത്തിന് സ്വാധീനിക്കുന്നതിനെ നമുക്ക് മാനസികമായി തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഋഷീശ്വരന്മാരെപ്പോഴും ഈ കർമ്മഫലത്തെ 2 രീതിയിലാണ് വ്യാഖ്യാനിക്കുക. ഒന്നത് കർമ്മഫലം ശരീരത്തിനെ ബാധിക്കുമ്പോൾ രോഗങ്ങൾ എന്ന് പറയും. അതുകൊണ്ടാണ് ചരകൻ പറയുന്നത് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. മുമ്പ് ചെയ്തിരിക്കുന്നതെല്ലാം വ്യാധി രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയിൽ ക്യാൻസർ വരുമ്പോൾ അതിനെന്താ ന്യായീകരണം? അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന പല രോഗങ്ങൾക്ക്, അച്ഛനമ്മമാർക്കില്ലാത്ത രോഗങ്ങളൊക്കെ കുട്ടിയിൽ കാണുമ്പോൾ അതിനെന്താ ഒരു ന്യായീകരണം ഉള്ളത്? അപ്പോൾ ശരീരത്തിൽ വ്യാധി രൂപത്തിൽ വരുന്നു. രണ്ടാമത്തത് കർമ്മഫലം വരുന്നത് നമ്മളിൽ ഓരോരുത്തരിലും വരുന്നത് നമ്മളെ മാനസികമായി തളർത്തുന്ന ചില അനുഭവങ്ങളുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ അത് മാനസികവുമാണ് ശാരീരികവുമാണ്. ശാരീരികമായതിനെ നിങ്ങൾക്ക് തടുക്കാൻ ഒരു പരിധിവരെ സാധ്യമല്ല. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് മരുന്നുകളെ കൊണ്ടൊക്കെ കുറേ ചെറുക്കാം. ഇന്ന് കുട്ടികൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കുറേ ശുശ്രൂഷകളും അന്ന് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ മാനസികമായി ബാധിക്കുന്നതിനെ നല്ല ചിന്തകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും അതേപോലെ ധ്യാനം, ജപം തുടങ്ങിയതിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തു വരുന്നു എന്നുള്ളതല്ല മുഖ്യം, അതിനെ നാം എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. കാരണം നേരിടാനുള്ള ഒരു കഴിവും ശക്തിയും സ്വാതന്ത്ര്യവും നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ചുകൂടാ? നമ്മുടെയൊക്കെ ജോലി ഒരു ബാറ്റ്സ്മാൻ്റെ ജോലിയാണ്. ബോൾ ഏത് രൂപത്തിലും വരാം, ഇന്ന രൂപത്തിലേ എറിയാവൂ എന്നുള്ളതില്ല. അത് ബോളറുടെ നിശ്ചയമാണ്. അയാൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് കൊണ്ട്, അയാൾ സ്പിൻ ചെയ്തിട്ട് എറിയണമെങ്കിൽ അല്ലേ സ്പിൻ ചെയ്തെറിയാം, എങ്ങനെ വേണമെങ്കിൽ ലോങ് ബോൾ ആവാം, ഷോർട്ട് ആവാം. പക്ഷേ ബാറ്റ്സ്മാൻ്റെ ജോലിയാണ് വരുന്ന ബോളിനെയൊക്കെ ഹിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതേപോലെ എന്ത് അനുഭവം വരുന്നു എന്നുള്ളതിനേക്കാൾ മുഖ്യം അതിനെ നാം എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യാൻ പോകുന്നത്. അതാണ് കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗവും കാര്യവും. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, നിങ്ങൾ ഇത്തിരി ആധ്യാത്മികമായ ചിന്തകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. അതുകൊണ്ട് 2 വാക്കുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഒന്ന്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവർ തളരാൻ ബാധ്യസ്ഥരാണ്. എങ്ങനെ ഇതിനെ ഞാൻ നേരിടും എന്ന് ചോദിക്കുന്നവർ ഈ ദുരന്തത്തിൽ നിന്നും ഉയരാൻ കഴിവുള്ളവരാണ്. നമുക്ക് വേണമെങ്കിൽ 2 കഥാപാത്രങ്ങൾ എടുക്കാം. ഒന്നാമത്തത് ദശരഥൻ എന്നൊരു കഥാപാത്രം രാമായണത്തിൽ. അദ്ദേഹത്തിനോട് 2 വരം കൈകേയി ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന കാര്യം, എന്തുകൊണ്ട് എനിക്കിത് വന്നു, ഞാൻ എന്ത് പാപം ചെയ്തു, ഞാൻ എന്ത് പൂർവ്വജന്മ പാപം ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് കരയായിരുന്നു. അദ്ദേഹം മാനസികമായി തളർന്നു. എന്നാൽ ശ്രീരാമസ്വാമിയോട് പറയുകയാണ്, അങ്ങ് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമസ്വാമി ചോദിച്ചു, ഇതിനെന്താ അത്ര വിഷമം, നമുക്ക് പോയാൽ പോരെ. ഞാൻ ഇതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം തളരാത്തൊരു മനസ്സോടുകൂടി കാട്ടിൽ പോയി. നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നും ചോദിക്കാം, എങ്ങനെ തരണം ചെയ്യുന്നു എന്നും ചോദിക്കാം. എങ്ങനെ ഞാൻ ഇതിനെ തരണം ചെയ്യുന്നു അല്ലെങ്കിൽ തരണം ചെയ്യുമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ
നിങ്ങളെ തളർത്താൻ വിധിക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇരുന്ന് മാനസികമായി തളർന്ന് ജീവിക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വാമിജി, തെറ്റായ കർമ്മങ്ങളുടെ ഫലം മാറ്റാൻ മറ്റ് ശക്തികൾക്കാവോ? എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? അതായത് ഈ ഈശ്വര ആരാധനയിലൂടെയും അതുപോലെ പുരോഹിതന്മാരുടെയും നമ്മളെ പാപങ്ങളെ തീർക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇതും പലരും ചോദിക്കാറുണ്ട്. ഇത്തരം ഒരു സംശയം ഉണ്ടാവുന്നതിന് കാരണം നമ്മുടെ എല്ലാ മതക്കാരുടെ ഇടയിലും ഒരു വിശ്വാസമുണ്ട്. ഒരു തെറ്റായൊരു ജീവിതത്തിൻ്റെ കർമ്മഫലത്തിന് എന്തെങ്കിലും പ്രായച്ചിത്ത കർമ്മങ്ങൾ, ക്ഷേത്രങ്ങളിൽ പോയി പ്രായച്ചിത്തം ചെയ്യുക, അല്ലെങ്കിൽ പള്ളികളിൽ പോയിട്ട് കുമ്പസരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പ്രവൃത്തിയുടെ കർമ്മഫലത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. ഭഗവത്ഗീതയും ഭാഗവതവും പോലുള്ള ഗംഭീരമായ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കർമ്മത്തിൻ്റെ ഫലത്തെ മാറ്റാൻ വേറെ ഒരാൾക്കും സാധ്യമല്ല. അവർക്ക് കുറേയൊക്കെ ആശ്വാസം തരാൻ സാധിക്കുമായിരിക്കാം, സമാധാനം തരാൻ സാധിക്കുമായിരിക്കും, പക്ഷേ അതിനെ നേരിടാനുള്ള ശക്തി തരാൻ സാധ്യമല്ല. കാരണം ശക്തി എന്നത് ഓരോ വ്യക്തിയും രൂപാന്തരപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് ഒരാൾക്കൊരു വിഷമം വരുമ്പം നമ്മൾ തോളിൽ തട്ടിയിട്ട് സാരമില്ല, കുട്ടികൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് സാരമില്ല, ഇതൊക്കെ സാധാരണയല്ലേ, ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്ന് ഞാൻ സമാധാനിക്കൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമാധാനമൊക്കെ കൊടുക്കാം. അങ്ങനെ അബദ്ധം ചെയ്യാറുണ്ട് ആളുകൾ. ഭർത്താവ് മരിച്ച ഭാര്യ നെഞ്ചത്തടിച്ച് കരയുമ്പോഴാണ് ഭാര്യയുടെ അടുത്ത് എന്നിട്ട് പറയുന്നത് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിച്ചൂടെ എന്ന്, ഇനി ഇതിലപ്പുറമൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസം തരാൻ പലർക്കും പറ്റുമായിരിക്കാം. പക്ഷേ ആശ്വാസമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും മനഃശക്തിയുമാണ്. ഭാരതീയ ഋഷീശ്വരന്മാർ പറയണത് ഈ ശക്തി കണ്ടെത്താൻ എന്താ വഴി? ശക്തി കണ്ടെത്താൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തിയെ തളർത്തുന്നത് മനോവികാരങ്ങളാണെന്നും ഒരു കാര്യം സംഭവിച്ചതിനെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചിന്തനങ്ങളാണെന്നും അതിനെ തന്നെ അയവിറക്കുന്നത് കൊണ്ടാണെന്നും നമ്മളിലുള്ള വിവേകശക്തി കൊണ്ട് ഒരു ഇൻ്റലിജൻസ് നമുക്കുണ്ട്. അതായത് നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാം, എന്തുകൊണ്ട് എനിക്ക് നല്ലത് ചിന്തിച്ചുകൂടാണ്. അപ്പം നമ്മളിൽ തന്നെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള നമ്മളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള വിവേകശക്തി കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങളെ ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കർമ്മഫലത്തിൻ്റെ പ്രത്യാഘാതത്തെ കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പരാജയം വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണെന്ന്. അപ്പം പരാജയം എന്നത് മാനസികമായി തളർത്തുന്ന ഒരു അനുഭവമാണെങ്കിലും അത് ഉൾക്കൊള്ളുമ്പോൾ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, എൻ്റെ പെർഫോമൻസ് എവിടെയോ പോയിട്ടുണ്ട്, ഈ പെർഫോമൻസിന് എന്തുകൊണ്ട് എനിക്ക് കൂട്ടിക്കൂടാ, ഞാൻ എന്തുകൊണ്ട് നല്ലത് ചിന്തിച്ചുകൂടാ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നല്ല ചോദിക്കുന്നത്, എങ്ങനെ ഈ പരാജയം ആവർത്തിക്കാതിരിക്കാം. അപ്പം അങ്ങനെ എങ്ങനെ ഈ പരാജയം ആവർത്തിക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്നത് നിങ്ങളിലെ ഇൻ്റലിജൻസ് ആണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നത് നിങ്ങളിലെ ഇമോഷനാണ്, ആ വികാരമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വികാരത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ മാനസികമായി തളരണം. നിങ്ങൾ ആ വിവേകത്തിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ പെർഫോമൻസ് കൂട്ടണം, എൻ്റെ കഴിവിനെ കൂട്ടണം, എൻ്റെ ശക്തിയെ കൂട്ടണം, അങ്ങനെ നല്ല അസോസിയേഷൻ ഉണ്ടാക്കി നല്ല വിചാരങ്ങളുണ്ടാക്കി അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൻ്റെ ശക്തി കൂടിക്കൂടി വന്ന് അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. എനിക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങൾ എത്ര അമ്പലങ്ങളിൽ പോയി എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വഴിപാടുകൾ ചെയ്താലും എത്ര പള്ളികളിൽ പോയി കുമ്പസരിച്ചാലും ഒരാൾക്കും നിങ്ങൾക്ക് മനോധൈര്യം തരാൻ സാധ്യമല്ല. ആശ്വാസം തരാൻ സാധിക്കുമായിരിക്കും. ആശ്വാസം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ചൊറിമാന്തി സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. ഈ ചൊറിമാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചൊറിയുമ്പോൾ വേറെ ആൾ ചൊറിഞ്ഞു തരുമ്പോൾ ഒരു സുഖമുണ്ട്, അതൊരു ആശ്വാസമാണ്, ചൊറി പോകുന്നില്ല. ഇതേപോലെ നമുക്കൊരു ചൊറിമാന്തി സുഖമൊക്കെ തരാൻ മറ്റുള്ളവർക്ക് പറ്റുമായിരിക്കാം, പക്ഷേ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉൾക്കരുത്ത്, ധൈര്യം ഇത് നിങ്ങൾക്ക് തന്നെ ആർജിക്കാനുള്ള നേടിയെടുക്കാനുള്ള കഴിവും ശക്തിയും നിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട്. അതൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരണം, അത്രയേ വേണ്ടൂ. അതിനാണ് ധ്യാനം, ജപം തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക സാധനകൾ. ഭാഗവതത്തിൽ പറയുന്നൊരു ശ്ലോകമുണ്ട്, വാസുദേവ പരായണ അഖം ധുന്നുന്തി. ആരുടെ മനസ്സിലാണോ നല്ല ചിന്തകളുള്ളത്, ആധ്യാത്മിക ചിന്തകളുള്ളത്, അഖം ധുന്നുന്തി. അകം എന്ന് പറഞ്ഞാൽ പാപം എടുത്ത് കളയാൻ സാധിക്കുന്നു. നീഹാരമിവ ഭാസ്കര. നല്ലൊരു ഉദാഹരണമാണ് കൊടുത്തത്. അതായത്
രാവിലെ തന്നെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ രാവിലെ മഞ്ഞ് വീണിട്ട് പുല്ലുകളൊക്കെ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞായിരിക്കും. സൂര്യൻ ഭാസ്കരൻ വന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ ചൂട് തട്ടി ഈ മഞ്ഞെല്ലാം ഉരുകിപ്പോവും അല്ലേ? ഇതേപോലെ നിങ്ങളിലെ നല്ല ചിന്തകളെ കൊണ്ട് നിങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും കഴുകിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പാപം കഴുകാനുള്ള ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണ്. കൃഷ്ണൻ പറഞ്ഞൊരു മന്ത്രം കൂടി പറഞ്ഞ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഉപസംഹരിപ്പിക്കുകയാണ്. ഭഗവാന്റെ ഏറ്റവും വലിയൊരു വാണികളാണ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകം. മാനവരാശി മുഴുവൻ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. ഊർജവും ഉത്സാഹവും തരുന്നൊരു ശ്ലോകമാണ്. കൃഷ്ണൻ പറയും, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: അവനവനെ ഉയർത്താനുള്ള എല്ലാ ശക്തിയും അവനവനിലുണ്ട്. ഒരിക്കലും അവനവനെ താഴാൻ അനുവദിക്കരുത്. അവനവനെ താഴ്ത്തിയാൽ എന്ന് വെച്ചാൽ തളരാൻ അനുവദിച്ചാൽ അവനവൻ്റെ ശത്രു അവനവനാണ്. അവനവനെ ഉയർത്തുകയാണെങ്കിൽ അവനവൻ്റെ ഏറ്റവും ഉറ്റമിത്രം, ഏറ്റവും അടുത്ത ബന്ധു അവനവൻ്റെ പോസിറ്റീവ് മൈൻഡാണ്. നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവാക്കി മാറ്റൂ. നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് കഴുകിക്കളയാൻ സാധിക്കും. ഇതാണ് സത്യം. സ്വാമിജി, ദൈവം എന്തിനാണ് ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള സൃഷ്ടി ചെയ്തിട്ടുള്ളത്? ഈ ചോദ്യം പലരെയും ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ, മനുഷ്യരുടെ ഇടയിൽ നോക്കുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും, സൗന്ദര്യം ഇല്ലാത്തവനും ഉള്ളവനും, അംഗവൈകല്യങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും തുടങ്ങി വൈവിധ്യങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു സൃഷ്ടി ചെയ്തത്? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്തിനിങ്ങനെ സങ്കീർണമായൊരു സൃഷ്ടി ചെയ്തു എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിൽ കടക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ ചോദ്യം വരുന്നതിന് കാരണം തന്നെ പാശ്ചാത്യ മതങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച ചില തെറ്റായ ആശയങ്ങൾ. ഭാരതീയ സംസ്കാരം ഇതിനെ പാടെ നിഷേധിക്കുകയാണ്. പുറമേ അങ്ങനെ ഒരു ഈശ്വരനില്ലെന്നും ഈശ്വരനല്ല സൃഷ്ടിയിൽ നിന്നും ഈശ്വരനെ സൃഷ്ടാവെന്നും കർത്താവെന്നും വിളിക്കുന്നത് വാസ്തവത്തിൽ തെറ്റായ പ്രയോഗങ്ങളാണെന്നും ഭാരതീയ ഋഷീശ്വരന്മാർ പറയണം. കാരണം സൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മോഡേൺ സയൻസിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മോഡേൺ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഭൂമി, സൂര്യൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം സയൻസ് പറയണത് ഇതെല്ലാം എനർജി രൂപത്തിൽ മുമ്പുണ്ടായിരുന്നു എന്നാണ്. ഈ എനർജിയിലുണ്ടായ സംഘർഷങ്ങളും അതിലുണ്ടായ ബിഗ് ബാങ്കിങ് സംഘട്ടനങ്ങളും കൊണ്ട് ഇത് പലതായി വിഭജിച്ച് അതിൽ നിന്ന് പിന്നീട് പല സെല്ലുകളും കെമിക്കൽ കോമ്പോസിഷനിലുണ്ടായി, അമീബയുണ്ടായി, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കോശങ്ങളുള്ള ജീവജാലങ്ങളായി മാറുമ്പോൾ ഇതെല്ലാം നേരത്തെ സൂക്ഷ്മമായ എനർജി രൂപത്തിൽ ഉണ്ടായിരുന്നു എന്ന് സയൻസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ സൃഷ്ടി എന്ന തിയറി ദൈവവുമായി ബന്ധപ്പെട്ടതല്ല. കാരണം ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ദൈവം സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് തോന്നി ഒരു ദിവസം എല്ലാവരും അങ്ങോട്ട് സൃഷ്ടിച്ചേക്കാണ്. ദൈവം അങ്ങോട്ട് ഒരു സൃഷ്ടി അങ്ങോട്ട് നടത്തിയെന്ന്. ഇതെന്താ ദോശയുടലാണോ? അത് മാവൊഴിക്കുന്നത് പോലെ അതല്ലല്ലോ. അപ്പോൾ ആ ചിന്തനം തെറ്റാണ്. ഇവിടെ ഉള്ളതെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണെന്ന് ഭാരതീയ ഋഷീശ്വരന്മാർ സംശയമില്ലാതെ തെളിയിക്കുന്നു. ഗീതയിലെ ശ്ലോകം തന്നെ കൃഷ്ണൻ പറയുന്നത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ. നേരത്തെ എല്ലാം അവ്യക്ത രൂപത്തിലുണ്ടായിരുന്നു, പിന്നീട് അത് വ്യക്തമാകുന്നു, വീണ്ടും അത് അവ്യക്ത രൂപത്തിൽ പോകുന്നുവെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ നേരത്തെ ഉള്ള മനസ്സ് ശരീരങ്ങളോട് കൂടിച്ചേരുന്നതിനെയാണ്, പഞ്ചഭൂതാത്മകമായ ദേഹത്തോട് കൂടിച്ചേരുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതിൽ ഈശ്വരന് യാതൊരു പങ്കുമില്ല. ദൈവം സൃഷ്ടി ചെയ്യുന്ന ആളല്ല, ദൈവം സൃഷ്ടാവല്ല. സൃഷ്ടാവായി നമ്മൾ കാണേണ്ടത് മനസ്സിനെയാണ്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം, ദർശനം ബ്രഹ്മാവിനെയാണ് സൃഷ്ടാവായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ത്രിമൂർത്തി സങ്കല്പം ഭാരതത്തിൽ. അതിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവിനാണെങ്കിൽ നല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹം. അപ്പോൾ എന്തിനാണ് ബ്രഹ്മാവിന് 4 തല? അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പ്രതീകാത്മകങ്ങളാണ്. അങ്ങനെ ഒരു വ്യക്തി എവിടെ ഇല്ല. അപ്പോൾ ഈ 4 തല എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ 4 ഫങ്ഷനാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇമോഷണൽ ചിന്തകളുണ്ട്, വികാരാത്മക ചിന്തകളുണ്ട്, അതുപോലെ ബുദ്ധിപരമായ ചിന്തകളുണ്ട്, അഭിമാന അഹങ്കാര ചിന്തകളുണ്ട്, അതേപോലെ വിവേക ചിന്തകളുണ്ട്. ഈ 4 തരത്തിലുള്ള ചിന്തകളാണ് 4 തലകളായി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സാണ് സൃഷ്ടിക്ക് കാരണം. അതായത് ഓരോരുത്തരുടെയും മനസ്സാണ് അവനവൻ്റെ സൃഷ്ടിക്ക് കാരണം.
അതിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല. ദൈവത്തിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ് നിങ്ങളുടെ ഈ സംശയങ്ങൾക്ക് കാരണം. നമ്മൾ എന്തുകൊണ്ട് സൗന്ദര്യമുള്ളവരാകുന്നു, ഇല്ലാത്തവരാകുന്നു, എന്തുകൊണ്ട് പലതരത്തിലുള്ള ചാലഞ്ചുകൾ ഉള്ളവരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ മനസ്സ് ചെയ്യുന്ന കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളുമായി ഓരോരുത്തരങ്ങനെ യാത്ര ചെയ്യുകയാണ്, ഒരു വലിയ ഭാണ്ഡവുമായി. ശബരിമല കാലത്ത് ആളുകൾ ഇരുമുടിക്കെട്ടുമായി യാത്ര ചെയ്യാറുണ്ട്. ഈ ഇരുമുടിക്കെട്ട് വാസ്തവത്തിൽ നാം ഏറ്റിക്കൊണ്ട് നടക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ, അല്ലെങ്കിൽ നല്ലതും ചീത്തതുമായ അനുഭവങ്ങളുടെ ഒരു ഭാണ്ഡം തന്നെയാണ്. ജീസസ് കുരിശ് ചുമക്കുമ്പോൾ പറയും, ആ കുരിശെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലതും ചീത്തതുമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് കുരിശിന് എപ്പോഴും നമുക്ക് കാണാം, ഒരു ക്രോസ് കാണാം. ഒന്ന് വെർട്ടിക്കലാണെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടലാണ് ആണല്ലോ. അതുപോലെ ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. എല്ലാ മനുഷ്യനും ഇത് ചുമന്നിട്ടാണ് നടക്കുന്നത്. ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് ഈ ദൈവം എന്തിനിങ്ങനെ സൃഷ്ടി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ദൈവമല്ല സൃഷ്ടി ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജന്മങ്ങൾക്ക് കാരണക്കാരൻ. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി. പ്ലീസ് ദൈവത്തിനെ അതിലേക്ക് വലിച്ചഴക്കരുത്. അദ്ദേഹം നിരപരാധിയാണ്. നിരപരാധി ഒരാളെ എന്തിനു നമ്മൾ കുറ്റപ്പെടുത്തണം? അതുകൊണ്ട് ഭാരതീയ ദർശനം ഈ കാര്യത്തിൽ വളരെ ശാസ്ത്രീയമായി ചിന്തിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കട്ടെ.